വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 15-11 മുതൽ 32 വരെ. അവൻ പിന്നെയും പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച്, ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടതാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. യേശുക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ആ കഥകളിൽ വളരെ പ്രസിദ്ധമായൊരു കഥയാണ് മുടിയൻ പുത്രൻ്റെ കഥ. മുടിയൻ പുത്രൻ്റെ കഥ അല്ലെങ്കിൽ ഉപമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എങ്കിലും ഈ കഥയിൽ ഒരിടത്തും മുടിയൻ പുത്രൻ എന്ന വാക്ക് കാണുന്നില്ല. തനിക്ക് ലഭിച്ച സ്വത്ത് നാനാവിധമാക്കിയ ഒരു മകൻ്റെ കഥയാണിത്. അതുകൊണ്ടായിരിക്കാം ഈ പേര് ഈ കഥയ്ക്ക് കിട്ടിയത്. മിക്ക കഥകളിലും ഒരു നായകൻ അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ കഥയിലെ പ്രധാന കഥാപാത്രം സ്വത്ത് നശിപ്പിച്ച മകനാണെന്ന് തോന്നും. പക്ഷേ ഈ കഥ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഈ കഥയിലെ യഥാർത്ഥ നായകൻ ആ മകൻ്റെ അപ്പനായിരുന്നു എന്ന് നാം തിരിച്ചറിയും. ഏതായാലും ഈ കഥയുടെ പശ്ചാത്തലം എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. യേശുവിൻ്റെ അടുക്കൽ ആ നാട്ടിലെ മോശക്കാരായ ആളുകൾ വന്നുകൂടി.
ഇത്തരം ആളുകളെ അക്കാലത്തുള്ള ഒരു മത നേതാവും സ്വീകരിച്ചിരുന്നില്ല. അവർക്കൊക്കെ നാട്ടിലെ നല്ല ആളുകളെ മതിയായിരുന്നു. എന്നാൽ യേശു അങ്ങനെയായിരുന്നില്ല. യേശു ചുങ്കക്കാരെയും വേശ്യമാരെയും പാപികളെയും കൈക്കൊണ്ടു, അവരെ പഠിപ്പിച്ചു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഇത് കണ്ട ആ നാട്ടിലെ ആത്മീക നേതാക്കൾ പെറുപെറുക്കാൻ തുടങ്ങി. അവർ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. എന്നാൽ സ്വയം ആത്മീയരെന്നും നല്ലവരെന്നും കരുതി ജീവിക്കുന്നവരിൽ ദൈവം സന്തോഷിക്കുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ ആ കാര്യം 3 കഥകളിലൂടെ യേശു അവരോട് വിശദീകരിച്ചു. 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ട ഇടയൻ ആ ആടിനെ തേടി കണ്ടെത്തിക്കഴിഞ്ഞ് സന്തോഷിക്കുന്നത് പോലെ, 10 വിലപിടിപ്പുള്ള നാണയങ്ങളിൽ 1 നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ആ നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ, വീട് വിട്ടു പോയ ഒരു മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ സന്തോഷിക്കുന്നത് പോലെ, സ്വർഗത്തിൽ ദൈവവും ദൂതന്മാരും മാനസാന്തരപ്പെടുന്ന ഒരു ചുങ്കക്കാരനെക്കുറിച്ചും മാനസാന്തരപ്പെടുന്ന ഒരു വേശ്യയെക്കുറിച്ചും പാപിയെക്കുറിച്ചും സന്തോഷിക്കുമെന്നാണ് യേശു പറഞ്ഞത്. സ്വർഗം സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ യേശുവും സന്തോഷിക്കുന്നു. ഇതിൽ 3ാമത്തെ കഥയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ 2 കഥകളിൽ കാണാതെ പോയ ആടിൻ്റെ കഥയും കാണാതെ പോയ ദ്രഹ്മയുടെ കഥയും, ആ കഥകളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ 3ാമത്തെ കഥയിൽ ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഈ കഥ നടക്കുന്നത് ഒരു വീട്ടിലാണ്. ഒരപ്പനും പ്രായപൂർത്തിയായ 2 മക്കളും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പൻ ധനികനാണ്. മക്കൾക്ക് അപ്പൻ്റെ ബിസിനസ്സിൽ ചേർന്ന് അപ്പനെ സഹായിക്കാമായിരുന്നു. പക്ഷേ ഇളയ മകന് ബോറടിച്ചു തുടങ്ങി. അപ്പൻ്റെ രീതികളും നിബന്ധനകളും ഒന്നും അവന് പിടിക്കുന്നില്ല. അവന് സ്വന്തം വീട്ടിൽ വീർപ്പുമുട്ടലായിരുന്നു. അവൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അവന് ലഭിക്കുന്നില്ല. വീട്ടിലെ ഭക്ഷണവും അവന് മടുത്തു തുടങ്ങി. വീട്ടിൽ അവൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൻ്റെ ഇഷ്ടമാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പൻ്റെ കാലം കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഇഷ്ടം നടക്കും, അവൻ ഓർത്തു. ഇല്ല, അതിനും സാധ്യതയില്ല. ചേട്ടനുണ്ടല്ലോ. അപ്പൻ്റെ കാലശേഷം ചേട്ടൻ്റെ ഭരണമായിരിക്കും. മാത്രമല്ല, അപ്പന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരസുഖവുമില്ല. അടുത്ത കാലത്തെങ്ങും അപ്പൻ മരിക്കുമെന്നും തോന്നുന്നില്ല. അപ്പൻ്റെ കാലം കഴിയുന്നതുവരെ ഈ വീട്ടിൽ കിടന്ന് നരകിക്കാൻ എനിക്ക് വയ്യ. ഇവിടുന്ന് പുറത്ത് കിടക്കണം. ഇളയ മകൻ തീരുമാനിച്ചു. അപ്പനോട് വീതം ചോദിക്കാം. എൻ്റെ വീതം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ. ഇതായിരുന്നു അവൻ്റെ വിചാരം. അങ്ങനെ ധൈര്യം സംഭരിച്ച് അവൻ അപ്പനോട് സ്വത്തിൽ അവൻ്റെ വിഹിതം പകുതി തന്നെ ചോദിച്ചു. ഇത് കേട്ട അപ്പന് കാര്യം മനസ്സിലായി. ഈ എൻ്റെ മകന് എന്നെ വേണ്ട, സ്വത്ത് മതി. എന്നിട്ടും അപ്പൻ സ്വത്ത് പകുത്തു നൽകാൻ തയ്യാറായി. അപ്പൻ പകുത്തു നൽകിയ സ്വത്ത് അപ്പൻ്റെ സ്വത്തായിരുന്നു. അതിനുവേണ്ടി ആ ഇളയ മകൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പന് വേണമെങ്കിൽ സ്വത്തിപ്പോൾ പകുക്കാൻ പറ്റില്ലെന്ന് പറയാമായിരുന്നു. പക്ഷേ അപ്പൻ ഇതിലൊന്നും പറയാതെ ഇളയ മകൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. ഇത്ര നാളും വളർത്തി വലുതാക്കിയ അപ്പൻ മരിച്ചിരുന്നെങ്കിൽ എന്നാണ് മകൻ ആഗ്രഹിച്ചതെന്ന് അപ്പന് മനസ്സിലായി. അവൻ അപ്പനെ വേണ്ട, അപ്പൻ്റെ സ്വത്ത് മതി. വേദന ഉണ്ടായെങ്കിലും മകനെ നിർബന്ധിച്ച് വീട്ടിൽ നിർത്താൻ അപ്പൻ തുനിഞ്ഞില്ല. ഈ കഥയിൽ ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം വിറ്റ് പണമാക്കിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടെ അപ്പൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചു. അതിൻ്റെ അർത്ഥം അപ്പൻ അവനെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല എന്നല്ലേ? അപ്പൻ മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച ആ മകനോടും അപ്പൻ കരുണയും സ്നേഹവും ഉള്ളവനായിരുന്നു. ഇതൊന്നും കാണാനോ മനസ്സിലാക്കാനോ ആ ഇളയ മകന് അപ്പോൾ കഴിഞ്ഞില്ല. അവന് ജീവിതം അടിച്ചു പൊളിക്കണം എന്ന ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. സ്വത്ത് വിറ്റ പണമെല്ലാം എടുത്ത് ആ ഇളയ മകൻ വീട് വിട്ടിറങ്ങി. അപ്പൻ്റെ ഭവനത്തിൽ നിന്നും ദൂരദേശത്ത് പോയി അവിടെ ജീവിക്കാൻ തീരുമാനിച്ചു. ജീവിച്ചാൽ പോരല്ലോ,
ജീവിതം ആസ്വദിക്കണം. കയ്യിൽ ധാരാളം പണമുണ്ട്, നിയന്ത്രിക്കാൻ ആരുമില്ല. ഇതാണ് ആ ചെറുപ്പക്കാരൻ സ്വപ്നം കണ്ടിരുന്നത്. അപ്പൻ്റെ നിയന്ത്രണമില്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതം. ഈ ജീവിതത്തിൽ അവനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നത് അവൻ്റെ കൂട്ടുകാരായിരുന്നു. കാരണം അവൻ്റെ പണസഞ്ചിയിൽ പണമുണ്ടായിരുന്നു. ഒരു തൊഴിലോ വരുമാനമോ ഇല്ലാത്ത ഈ ചെറുപ്പക്കാരന് അപ്പൻ കൊടുത്ത സ്വത്ത് വിറ്റ പണം മാത്രമായിരുന്നു ആശ്രയം. അവൻ്റെ പണസഞ്ചിയുടെ ഭാരം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. കൂട്ടുകാരോടും കൂട്ടുകാരത്തികളോടും ഒപ്പമുള്ള ജീവിതം തുടർന്നുകൊണ്ടുമിരുന്നു. അവസാനം അവൻ്റെ പണസഞ്ചി കാലിയായി. അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി. പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആ ചെറുപ്പക്കാരൻ ഒന്നുമില്ലാത്തവനായി മാറി. ജോലിയൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത അവൻ ജോലി അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ആ നാട്ടിൽ ഒരു വലിയ ക്ഷാമമുണ്ടായത്. സമൂഹത്തിലുള്ള എല്ലാവരും സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന സമയത്ത് ഒരു ജോലി കണ്ടെത്തുവാൻ വലിയ വിഷമമായിരുന്നു. എന്നാലും അവസാനം അവനൊരു പണി കിട്ടി. കാരണം ആ നാട്ടിലുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് എന്നെ ഒരു വേലക്കാരനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. കൂലിയൊന്നും പറഞ്ഞില്ല. കാരണം താമസിക്കാൻ ഒരിടം അവന് വളരെ അത്യാവശ്യമായിരുന്നു. കിട്ടിയ ജോലിയോ പന്നിയെ മേയ്ക്കുക എന്നതായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് യേശു പറഞ്ഞത്. ഒരു യഹൂദന് പന്നി അശുദ്ധ മൃഗമാണ്. ഗതികേട് കൊണ്ട് ആ ചെറുപ്പക്കാരൻ പന്നിയെ തീറ്റുന്ന ജോലി സ്വീകരിച്ചു. താമസം പന്നികളുടെ കൂടെ. പന്നികൾ തിന്നുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു. ഒരുപക്ഷെ ക്ഷാമത്തിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം പന്നികൾ കഴിക്കുന്ന ഭക്ഷണം പോലും ആ ചെറുപ്പക്കാരന് കിട്ടിയില്ല. അവന് അതിലും കൂടുതൽ അധപ്പതിക്കാൻ കഴിയുമായിരുന്നില്ല. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി പന്നികളോടൊപ്പം കഴിഞ്ഞിരുന്ന അയാൾക്ക് ഒരു ദിവസം സുബോധം വന്നു. സുബോധം വന്നപ്പോഴാണ് അവൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടുവന്നിട്ടുള്ള തൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ച് അവന് ശരിക്കും മനസ്സിലായത്. ഇത്രയും നാളും അപ്പനെയും അപ്പൻ്റെ ഭവനത്തെയും അവന് അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ വില മനസ്സിലായത് പന്നികളുടെ കൂടെ താമസം തുടങ്ങിയപ്പോഴാണ്. പന്നികളുടേതിനേക്കാൾ മോശമായിരുന്നു അവൻ്റെ ജീവിത സാഹചര്യം. കാരണം പന്നികളുടെ ഭക്ഷണം പോലും അവന് ലഭിച്ചില്ല. അവന് സുബോധം വന്നു എന്നതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹീ കെയിം ടു ഹിംസെൽഫ് എന്നാണ്. എന്ന് വെച്ചാൽ അപ്പോഴാണ് അവന് അവനെ തന്നെ തിരിച്ചറിയാനിടയായത്. ഇതുവരെ അവൻ തനിക്കൊരു വ്യക്തിത്വമുണ്ട്, അത് അപ്പൻ്റെ കീഴിൽ ജീവിച്ച് കളയാനുള്ളതല്ല, സ്വന്തം കാലിൽ നിന്ന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, ജീവിതത്തിൽ അവൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണം, അതിന് സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ടാണ് അപ്പൻ്റെ ഭവനം ഉപേക്ഷിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ അവൻ പോയത്. ഇതൊക്കെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ചിന്തിച്ചത് അപ്പനെക്കുറിച്ചും അപ്പൻ്റെ വീടിനെക്കുറിച്ചുമാണ്. അവൻ ഉപേക്ഷിച്ചു പോന്ന വീട്ടിലെ വേലക്കാർ എത്ര സുഖമായി ജീവിക്കുന്നു എന്നവൻ ഓർത്തു. അവർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുമ്പോൾ ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു അവൻ ഓർത്തു. പന്നികളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അവൻ തിരിച്ചറിഞ്ഞു. പാപം, സ്വർഗത്തോടും അപ്പനോടും ചെയ്ത പാപം, അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അതവൻ തിരിച്ചറിഞ്ഞു. അത് സമ്മതിക്കാൻ അവൻ തയ്യാറായി. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവന് വേറെ പലതിനെയും പഴിക്കാമായിരുന്നു. ഉദാഹരണത്തിന്, എൻ്റെ അപ്പന് പ്രായപൂർത്തിയായ മക്കളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നവന് പറയാമായിരുന്നു. അപ്പന് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന്, ആത്മാർത്ഥതയില്ലാത്ത കൂട്ടുകാരാണ് അവനെ വഞ്ചിച്ചത് എന്നവന് പറയാമായിരുന്നു.
അവന് പന്നികളെ മേയ്ക്കുന്ന ജോലി കൊടുത്തയാൾ ദയയില്ലാത്തവനും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവനുമാണ്. നല്ല തൊഴിലന്തരീക്ഷമില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നവന് പറയാമായിരുന്നു. അതുമില്ലെങ്കിൽ ക്ഷാമത്തെപ്പറ്റി അവന് പറയാം. ആഗോള താപനം കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ കൃത്യസമയത്ത് ക്ഷാമം ഉണ്ടായത്. അങ്ങനെ എനിക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായി. അതുകൊണ്ട് എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കണം. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ അവന് കണ്ടുപിടിക്കാമായിരുന്നു. ഇത്തരം കാരണങ്ങളെല്ലാം ഇന്ന് നാം കേൾക്കുന്നതുമാണല്ലോ. പക്ഷേ സുബോധം വന്ന ആ ചെറുപ്പക്കാരൻ വേറെ ആരുടെയും നേരെ വിരൽ ചൂണ്ടിയില്ല. അവൻ്റെ തന്നെ നേരെ അവൻ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇങ്ങനെ ഒരു കാര്യം അവൻ അപ്പനോട് പറയും എന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഒരു മാപ്പപേക്ഷ അവൻ തയ്യാറാക്കി. അത് അപ്പന് അയച്ചു കൊടുത്തിട്ട് അപ്പൻ്റെ പ്രതികരണം എന്താണെന്നറിയാം. അപ്പൻ സ്വീകരിച്ചില്ലെങ്കിലോ? ഇങ്ങനെയൊന്നും അവൻ ചിന്തിച്ചില്ല. കാരണം അവൻ്റെ സ്ഥിതി ഇപ്പോഴുള്ളതിൽ നിന്നും ഇനി മോശമാകില്ല. അത്ര പരിതാപകരമായിരുന്നു അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ. അവൻ പന്നികളുടെ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഈ കഥയ്ക്ക് മുമ്പ് യേശു പറഞ്ഞ 2 ഉപമകൾ ഓർക്കുന്നില്ലേ? കാണാതെ പോയ ആടിൻ്റെ ഉപമയും നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയുടെ ഉപമയും. ആടിനും ദ്രഹ്മയ്ക്കും തിരിച്ച് അവയുടെ ഉടമസ്ഥരുടെ അടുത്തേക്ക് തനിയെ പോകാൻ കഴിയുമായിരുന്നില്ല. അവയെ തേടി അവയുടെ ഉടമസ്ഥൻ വരണമായിരുന്നു. എന്നാൽ ഈ 3ാമത്തെ ഉപമയിൽ 2 മക്കളിൽ ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയി. അവനെ കൈമോശം വന്നതല്ല. ആ മകൻ സ്വന്തം തീരുമാനപ്രകാരം അപ്പൻ്റെ വീട് വിട്ടു പോന്നതാണ്. വേലക്കാരെ കൂട്ടി വേണമെങ്കിൽ അപ്പന് തൻ്റെ മകനെ തേടി കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം അവൻ വീണ്ടും വീട്ടിൽ നിന്ന് പോകും. എന്നാൽ അവന് തന്നെ മടങ്ങി വരണമെന്ന തോന്നലുണ്ടായി കഴിയുമ്പോൾ പിന്നെ അവൻ വീട് വിട്ടു പോകില്ല. അതാണ് യഥാർത്ഥ മാനസാന്തരം. മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഭാവം വെളിപ്പെടുത്താനാണല്ലോ യേശു ഈ 3 ഉപമകളും പറഞ്ഞത്. ഈ 3ാമത്തെ ഉപമയിൽ മാനസാന്തരപ്പെടുന്ന വ്യക്തിയുടെ മനോഭാവത്തെ കൂടെ വിവരിച്ചിട്ടുണ്ട്. അപ്പനെ വേണ്ട, അപ്പൻ്റെ സ്വത്ത് സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കണം, ഇത് മാത്രം ആഗ്രഹിച്ച മകൻ. അവൻ എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം അപ്പൻ്റെ അടുക്കൽ എത്തിയത്. പക്ഷേ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ തരണമേ എന്നല്ല, മറിച്ച് എന്നെ ആക്കണമേ എന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ അവന് അപ്പൻ്റെ സ്വത്തല്ല വലുത്, അപ്പനാണ് വലുത്. മാനസാന്തരപ്പെട്ടപ്പോൾ അവന് അവനെക്കുറിച്ചുണ്ടായിരുന്ന ധാരണ മാറി. കൂട്ടുകാരെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അപ്പൻ്റെ വീട്ടിലെ വേലക്കാരെക്കുറിച്ചും എല്ലാം അവൻ ആദ്യമുണ്ടായിരുന്ന ധാരണകൾ മാറി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ അപ്പനെക്കുറിച്ചുള്ള അവൻ്റെ ധാരണയ്ക്ക് മാറ്റമുണ്ടായി എന്നതാണ്. അവൻ്റെ അപ്പൻ പെട്ടെന്ന് മരിച്ചിരുന്നെങ്കിൽ സ്വത്ത് കിട്ടും എന്നാഗ്രഹിച്ച ഒരു മകനെയാണ് ഈ കഥയുടെ ആദ്യം നാം കാണുന്നത്. എന്നാൽ മാനസാന്തരപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ആ മകൻ്റെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നോ? എൻ്റെ അപ്പനൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു. ഈ മകൻ മടങ്ങി വരാൻ തീരുമാനിച്ചത് അവൻ്റെ മാനസാന്തരത്തിൻ്റെ തെളിവാണ്. അവൻ ഇനി ഒരു മകനായിരിക്കാമെന്ന ആഗ്രഹമോ പ്രതീക്ഷയോ ഇല്ല. അവൻ്റെ അപ്പൻ്റെ വീട്ടിലെ ഒരു വേലക്കാരൻ്റെ ജോലി, അത് മാത്രമായിരുന്നു അവൻ്റെ പ്രതീക്ഷ. മകനെ ദൂരത്തു നിന്നും കണ്ട അപ്പൻ മനസ്സലിഞ്ഞു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മകൻ മടങ്ങി വന്നതിൽ നിന്നും അവൻ മാറിയിരിക്കുന്നു എന്നപ്പന് മനസ്സിലായി. അതുകൊണ്ടാണ് ധനികനായ ഒരു വൃദ്ധൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം അപ്പൻ ചെയ്തത്. മകൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഓടി.
അപ്പനെ കണ്ടതും മകൻ തൻ്റെ മാപ്പപേക്ഷ പറയാൻ തുടങ്ങി. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അവൻ തയ്യാർ ചെയ്തു കൊണ്ടുവന്ന മാപ്പപേക്ഷ മുഴുവൻ പറയാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ മാപ്പപേക്ഷയുടെ 2ാം ഭാഗം അവനെ ഒരു വേലക്കാരനായി സ്വീകരിക്കണം എന്നാണല്ലോ. അവൻ ആ ഭാഗം പറയും മുമ്പേ അപ്പൻ വേലക്കാരെ നോക്കി വിളിച്ചു പറഞ്ഞു, മേൽത്തരമായ അങ്കി, മോതിരം, ചെരുപ്പ് വേഗം കൊണ്ടുപോവാ, സദ്യക്കുള്ള ഒരുക്കം വേഗം തുടങ്ങൂ. അങ്കി, മോതിരം, ചെരുപ്പ് ഇതൊന്നും വേലക്കാർക്കുള്ളതല്ല, മക്കൾക്കുള്ളതാണ്. ഇത് കേട്ടപ്പോഴേ മകന് കാര്യം മനസ്സിലായി. അപ്പൻ എന്നെ മകനായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ മകൻ്റെ മടങ്ങിവരവ് ആഘോഷിക്കാൻ തന്നെയാണ് അപ്പൻ്റെ തീരുമാനം. നിങ്ങളുടെ കുടുംബത്തുള്ള ഒരാൾ നാട് വിട്ടുപോയി എല്ലാം നശിപ്പിച്ചിട്ട് മടങ്ങി വന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ അയാൾ കുറേ നാൾ ജയിലിൽ കിടന്നു, അത് കഴിഞ്ഞ് മടങ്ങി വന്നു എന്ന് വിചാരിക്കുക. അയാൾ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല ചടങ്ങ് നടക്കുകയാണ്. കല്യാണമോ ബർത്ത്ഡേയോ വീട് ഉദ്ഘാടനമോ മറ്റോ. അതിഥികൾ ഈ ഫംഗ്ഷന് വരുമ്പോൾ നിങ്ങൾ വീട് വിട്ടു പോയി എല്ലാം നശിപ്പിച്ച് മടങ്ങി വന്ന ആളോട് എന്തു പറയും? നീ അകത്തെ മുറിയിൽ പോയിരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട എന്നല്ലേ പറയൂ? പക്ഷേ ഈ അപ്പൻ ചെയ്തത് എന്താണ്? നോക്കൂ, എല്ലാം തുലച്ച് മടങ്ങി വന്ന മകന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പാർട്ടി നടത്തുകയാണ്. കാരണം അപ്പന് തൻ്റെ മകൻ മരിച്ചവനായിരുന്നു. എന്നാൽ അവൻ ജീവനോടെ മടങ്ങി വന്നത് ആഘോഷിക്കേണ്ട കാര്യമാണെന്നാണ് അപ്പൻ കരുതുന്നത്. ഇങ്ങനെ ആ വീട്ടിൽ ആഘോഷം തിമിർക്കുമ്പോഴാണ് ഈ കഥയുടെ അവസാനത്തെ രംഗം. മറ്റ് 2 ഉപമകളിലും ഇല്ലാത്തതാണ് ഈ അവസാന രംഗം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന മകനെക്കുറിച്ച് സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. അത് അവൻ്റെ മൂത്ത സഹോദരൻ തന്നെയാണ്. അവൻ വയലിൽ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വലിയ പാട്ടും ആഘോഷവും വീട്ടിൽ നിന്നും കേൾക്കാം. വീട്ടിൽ കയറാതെ തന്നെ അയാൾ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. അവനോട് സംസാരിച്ച ബാല്യക്കാരൻ, നിന്റെ സഹോദരൻ വന്നു, അതിൻ്റെ ആഘോഷമാണിത് എന്ന് പറഞ്ഞപ്പോൾ അവൻ കോപിക്കുകയാണ്. അവൻ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട, അവൻ വെളിയിൽ നിൽക്കുകയാണ്. ഇതറിഞ്ഞ് അപ്പൻ പുറത്തു വന്ന് അവനോട് അകത്ത് വരാൻ അപേക്ഷിക്കുന്നു. ഈ അവസരത്തിൽ മൂത്ത മകൻ പറഞ്ഞ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ആദ്യത്തെ ഉപമയിൽ, അതായത് കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ കേൾക്കുന്നവർക്കൊരു സംശയം തോന്നും. 99 ആടുകൾക്കാണോ വിലയുള്ളത്, അതോ ഒരാടിനാണോ? 99 ആടുകളെയും ഇടയൻ മരുഭൂമിയിൽ വിട്ടേച്ച് ഒരാടിനെ തേടിപ്പോയി എന്നാണല്ലോ. അതിന് യേശു പറഞ്ഞ വിശദീകരണം, മാനസാന്തരം ആവശ്യമില്ലാത്ത 99-നേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിക്ക് ദൈവം വില നൽകുന്നു എന്നാണ്. മാനസാന്തരം ആവശ്യമില്ലാത്ത അവർ ആരെന്നറിയണമെങ്കിൽ ലൂക്കോസ് 15-ന്റെ 29-ാം വാക്യത്തിൽ മൂത്ത മകൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അവൻ പറയുന്നത് എന്താണ്? അവൻ അപ്പനോട് പറയുകയാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ് ഈ നിൻ്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ തന്നെ പറയുന്നു അവൻ അപ്പനെ എല്ലാറ്റിലും അനുസരിച്ചിട്ടുണ്ടെന്ന്. ഇത് പറയുമ്പോൾ അവൻ അപ്പനെ അനുസരിക്കാതെ വീടിന് പുറത്ത് നിൽക്കുകയാണ്. അവൻ്റെ അനുജനെക്കുറിച്ച് അവന് വളരെയധികം പരാതികളുണ്ടായിരുന്നു. സ്വത്ത് നശിപ്പിച്ചവൻ, വേശ്യമാരോടുകൂടെ ജീവിച്ചവൻ, കൂട്ടുകാരോടുകൂടി എല്ലാം വിറ്റു തുലച്ചവൻ, ഇതൊക്കെയാണ് അയാൾ പറഞ്ഞതെങ്കിലും അവൻ്റെ മനസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇവനും കൂട്ടുകാരോടുകൂടെ ഒരാടിനെയൊക്കെ കൊന്ന് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് മനസ്സിൽ സൂക്ഷിച്ചതേ ഉള്ളൂ, പുറത്ത് പറഞ്ഞില്ല.
അപ്പൻ്റെ വീട്ടിൽ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ച മൂത്ത മകന് അപ്പനോടൊത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സന്തോഷം അവൻ്റെ കൂട്ടുകാരോടൊപ്പം തന്നെയായിരുന്നു. അപ്പൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു എന്ന് അവകാശപ്പെട്ട ആ മകൻ്റെ ഹൃദയം അപ്പൻ്റെ ഹൃദയത്തിൽ നിന്നും വളരെ ദൂരത്തായിരുന്നു. മടങ്ങി വന്ന മകനെ ആലിംഗനം ചെയ്യുന്ന അപ്പൻ്റെ ഹൃദയം ആ മൂത്ത മകൻ ഒരിക്കലും മനസ്സിലായില്ല. അതായിരുന്നു യേശുവിൻ്റെ കാലത്തെ ആത്മീക നേതാക്കന്മാരായ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അവസ്ഥ. അപ്പൻ്റെ വീട് വിട്ട് പുറത്തു പോയ പുത്രനാണ് മുടിയൻ പുത്രൻ, അല്ലേ? പക്ഷേ ഈ കഥയുടെ അവസാനം വീടിന് പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് കണ്ടോ? ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ലെന്ന് അഹങ്കരിക്കുന്ന, എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്ന മൂത്ത മകനാണിപ്പോൾ വീടിന് പുറത്ത്. അങ്ങനെയെങ്കിൽ മാനസാന്തരം ആവശ്യമില്ലെന്ന് പറയുന്നവനല്ലേ മുടിയൻ പുത്രൻ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുന്നവരെ അവിടുന്ന് സ്വീകരിക്കുന്നു. പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുന്നവരെയാണ് അവിടുന്ന് അംഗീകരിക്കുന്നത്. അവരെ ഓർത്ത് അവിടുന്ന് സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും മാനസാന്തരം ആവശ്യമില്ലാത്തവർ എന്ന് സ്വയം കരുതാനിടയാകരുതേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ നമ്പർ 07247291191. വചനദീപം